മലമ്പുഴ നിയമസഭാ മണ്ഡലത്തിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ അമൃത വാർത്തകളോടൊപ്പം ചേരുകയാണ്. ഇടതുപക്ഷത്തിന് ശക്തമായ വേരോട്ടമുള്ള മണ്ണാണ് മലമ്പുഴയുടേത്. ഇത്തവണ താമര വിരിയുമോ? ഇടതുപക്ഷത്തിന് ഒരു കാലത്ത് ശക്തമായിട്ടുള്ള അടിത്തറയുണ്ടായിരുന്നു. ഇന്ന് അടിത്തറയൊക്കെ ഇളകി കഴിഞ്ഞിരിക്കുക. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. അകത്തേത്തറ ഗ്രാമപഞ്ചായത്ത് 38 വർഷമായിട്ട് ഇടതുപക്ഷത്തിൻ്റെ കോട്ടയായിരുന്നു. ആ ഗ്രാമപഞ്ചായത്ത് BJP ഭരണത്തിലാണ്. തൊട്ടടുത്ത മലമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ ഞങ്ങൾക്ക് ഒരു സീറ്റ് നഷ്ടപ്പെട്ടത് 7 വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ്. ആ സീറ്റ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ മലമ്പുഴ പഞ്ചായത്ത് BJP ആണ് ഭരിക്കുക. ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിക്ക് NDAക്ക് മലമ്പുഴ നിയോജക മണ്ഡലത്തിൽ ശക്തമായിട്ടുള്ള വേരോട്ടമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഈ ഇടതുപക്ഷത്തിൻ്റെ 60 വർഷത്തെ വികസന മുരടിപ്പിൽ മനമെടുത്തിരിക്കുന്ന ആളുകളാണ്. ഇത്തവണ അവരൊരു മാറ്റത്തിന് തയ്യാറായിരിക്കുകയാണ്. ആ മാറ്റം ഇത്തവണ മലമ്പുഴയിൽ സംഭവിക്കും. പ്രചരണമൊക്കെ ഏതുവരെയായി? ഞങ്ങൾ മൂന്നാമത്തെ റൗണ്ടാണ്. ഞങ്ങളുടെ മൂന്നാമത്തെ റൗണ്ടാണ്. വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ പ്രചരണം മുന്നോട്ട് പോകുന്നു. ജനങ്ങൾ ഞങ്ങളോടൊപ്പമാണ്. ഓരോ സ്വീകരണ യോഗത്തിലും ആവേശോജ്വലമായിട്ടുള്ള സ്വീകരണങ്ങളാണ്. ജനങ്ങൾ വിളിച്ച് പിന്തുണ അറിയിക്കുകയാണ്. ഒരു മാറ്റം അവർ ആഗ്രഹിക്കുന്നു. ഇടതുപക്ഷത്തിൻ്റെ ഈ കോട്ടയിൽ ഇത്തവണ ഒരു മാറ്റം സംഭവിക്കും. ഈ UDFൻ്റെ സ്ഥാനാർത്ഥിയായിരിക്കുന്നത് VSൻ്റെ PA ആയിട്ടുള്ള A സുരേഷാണ്. അത് ഏതെങ്കിലും തരത്തിൽ BJPക്ക് ഒരു സ്വാധീനം അല്ലെങ്കിൽ BJPക്ക് ഒരു ഗുണകരമാകുന്നൊരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട്? കോൺഗ്രസ് മലമ്പുഴ നിയോജക മണ്ഡലത്തിൽ അപ്രസക്തമാണ്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും വളരെ പുറകിലാണ്. 35,000-ൽ താഴെ വോട്ടുകളാണ് അവർക്ക് ലഭിക്കുന്നത്. മലമ്പുഴയിലെ ജനങ്ങൾ കോൺഗ്രസിനെ CPMൻ്റെ B ടീമായിട്ടാണ് കരുതുന്നത്. ഇവിടെ NDAക്ക് ഇത്രയും വലിയ പിന്തുണ ലഭിക്കാൻ കാരണം ഇടതുപക്ഷത്തിൻ്റെ സ്വജനപക്ഷപാതത്തിനും ധാർഷ്ട്യത്തിനും എതിരായിട്ട് ശക്തമായിട്ടുള്ള പ്രതിപക്ഷമായിട്ട് ഇവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടത് BJP ആണ്. അതുകൊണ്ടാണ് BJPക്ക് വലിയ ജനപിന്തുണ വന്നത്. കോൺഗ്രസിനെ അവർ എഴുതി തള്ളിയ കാര്യമാണ്. സുരേഷല്ല, ഇനി X or Y ആര് കാൻഡിഡേറ്റ് ആയാലും കോൺഗ്രസിന് ഇവിടെ ഒരു പ്രസക്തിയില്ല. ഈ ഇടതുപക്ഷത്തിലെ സ്ഥാനാർത്ഥി പറഞ്ഞത് പണവും കള്ളപ്രചരണങ്ങളും ഉണ്ടെങ്കിൽ BJPക്ക് ജനവിധിയെ അട്ടിമറിക്കാൻ സാധിക്കുമെന്നൊരു കരുതുന്ന ഒരു പാർട്ടിയാണ് എന്നുള്ളതാണ്. ആ ആരോപണങ്ങളെ എങ്ങനെയാണ് നേരിടുന്നത്? OSS ഡിസ്റ്റിലറിയിൽ നിന്ന്, മദ്യക്കമ്പനിയിൽ നിന്ന് കോടികൾ വാങ്ങി ഒഴുക്കുന്നത് ആരാണെന്നുള്ളത് ഇവിടുത്തെ ജനങ്ങൾക്കറിയാം. എലപ്പുള്ളി പോലെയുള്ള കുടിവെള്ളക്ഷാമം രൂക്ഷമായിട്ടുള്ള ഒരു കാർഷിക മേഖലയിൽ കോടിക്കണക്കിന് രൂപ OSS കമ്പനിയിൽ നിന്ന് കൈക്കൂലി വാങ്ങി ആ കമ്പനിക്ക് വഴിവിട്ട് അവിടെ അനുമതി കൊടുത്ത ഇത് ആരാണെന്ന് ജനങ്ങൾക്കറിയാം. ആരുടെ പൈസയാണ് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി ഈ തെരഞ്ഞെടുപ്പിൽ ഒഴുക്കുന്നതെന്നും ജനങ്ങൾക്കറിയാം. ഇനി പണം മാത്രമല്ല, ഇനിയുള്ള ദിവസങ്ങളിൽ മദ്യവും ഒഴുക്കും. കാരണം ഡിസ്റ്റിലറിയുള്ള കമ്പനിയാണ് സ്വന്തമായിട്ട്. അവരുടെ കാൻഡിഡേറ്റാണ് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി. ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി എത്തിയിരുന്നു. അത് വലിയ രീതിയിൽ അവിടെ ഒരു വിജയത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. കാരണം ചരിത്രത്തിൽ ആദ്യമായാണ് BJP തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുന്നത്. ഇത്തവണ ഇപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാടും തൃശ്ശൂരും പ്രധാനമന്ത്രി എത്തിയിരിക്കുകയാണ്. അത് വിജയത്തെ സ്വാധീനിക്കില്ലേ? ജനങ്ങൾ നരേന്ദ്രമോദിജിയുടെ വാക്കുകളിൽ വിശ്വാസം അർപ്പിക്കുന്ന കാഴ്ചയാണ് ഇന്ന് രാജ്യത്ത് കാണുന്നത്. അദ്ദേഹം കൊടുക്കുന്ന ഗ്യാരണ്ടിയിൽ ജനങ്ങൾക്ക് വിശ്വാസമുണ്ട്. അദ്ദേഹം പാലക്കാട് വന്ന് ജനങ്ങളോട് പറഞ്ഞത് ഇത്തവണ NDAയുടെ സ്ഥാനാർത്ഥികൾ ഇവിടുന്ന് വിജയിച്ചാൽ മോദിയുടെ ഗ്യാരണ്ടിയാണ്. ആ നിയോജക മണ്ഡലങ്ങളിലെ മുഴുവൻ വികസന പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ടുള്ള പദ്ധതികൾ ആ നിയോജക മണ്ഡലത്തിൽ എത്തിക്കാൻ മോദിജി ഗ്യാരണ്ടി നൽകിയിട്ടുണ്ട്. ആ ഗ്യാരണ്ടിയിൽ ജനങ്ങൾ വിശ്വസിക്കും. ആ ഗ്യാരണ്ടി വോട്ടായി മാറും. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ പലയിടത്തും താമരകൾ വിരിയുമെന്നുള്ളതാണ്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന രീതിയിൽ ത്രിപുരയിലെ തെരഞ്ഞെടുപ്പ് ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. 0-ൽ നിന്നും ഭരണത്തിലേക്കാണ് അവിടെ BJP വന്നത്. BJP എഴുതി തള്ളിയതാണ്. 1.5% വോട്ടായിരുന്നു. ഇവിടെ BJPക്ക് നിലവിൽ 20% വോട്ടുണ്ട്. 1.5% നിന്ന് അവിടെ ഭരണത്തിലെത്താമെങ്കിൽ 20% നിന്ന് ഭരണത്തിലെത്താനും വിഷമമില്ല. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സീറ്റുകളിൽ പോലും ഇത്തവണ കേരളത്തിൽ ജയിക്കും. പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ്. 100% ജനങ്ങളുടെ പിന്തുണയാണല്ലോ ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് വലിയ പിന്തുണ ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതുതന്നെയാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം. തീർച്ചയായിട്ടും അത്തരത്തിൽ പൂർണ്ണ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് മലമ്പുഴ പിടിക്കാൻ ശ്രീ കൃഷ്ണകുമാർ ഇറങ്ങുന്നത്. ക്യാമറാമാൻ സുനിലിനൊപ്പം മാതൃ രാധാകൃഷ്ണൻ, അമൃത ന്യൂസ്, പാലക്കാട്.